അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കലാപാരമ്പര്യത്തിൽ പേരുകേട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 8 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ ബാൻഡ് മേളത്തിലാണ് ആദ്യഫലം പുറത്തുവന്നത്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയുർവേദ പ്രദർശനത്തിന് തുടക്കമായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സഹായകരമാകുന്ന പ്രദർശനത്തിന് പ്രവേശനം സൗജന്യമാണ്. സ്ത്രീ തന്നെ ദേവതയായി കെട്ടിയാടുന്ന കേരളത്തിലെ ഏക തെയ്യമാണ് ദേവക്കൂത്ത്. മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് ദ്വീപിലുള്ള കൂലോം തായക്കാവിലെ കളിയാട്ടത്തിനാണ് ദേവക്കൂത്ത് എന്ന സ്ത്രീ തെയ്യം അരങ്ങിലെത്തുന്നത്. ദേവക്കൂത്ത് കെട്ടുന്ന മാടായിലെ MV അംബുജാക്ഷി വ്രതാനുഷ്ഠത്തിലാണ്. നൃത്തവേദിയിൽ 3 തലമുറകളുടെ അപൂർവ സംഗമം. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി നൃത്താധ്യാപകൻ NV കൃഷ്ണൻ മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം വേദിയിലെത്തിയത് കാണികളിൽ നവ്യാനുഭവം പകർന്നു. ആസൂത്രണത്തിലെ അപാകത. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പിലാത്തറ ടൗണിനെ 2ആയി വിഭജിച്ചത് നാട്ടുകാരിലും വ്യാപാരികളിലും ആശങ്ക ഉയർത്തുന്നു. കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൗണിൽ പ്രവൃത്തി നടത്താത്തതാണ് തിരിച്ചടിയായത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കലാപാരമ്പര്യത്തിൽ പേരുകേട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 8 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ ബാൻഡ് മേളത്തിലാണ് ആദ്യഫലം പുറത്തുവന്നത്. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ പതാക ഉയർത്തിയതോടെയാണ് 5 ദിനരാത്രങ്ങളിലായി നടക്കുന്ന കലാമേളയ്ക്ക് തുടക്കമായത്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ സ്റ്റേജിതര ഇനങ്ങൾക്കൊപ്പം മലയാളം പ്രസംഗം, പദ്യം ചൊല്ലൽ എന്നിവയും ബാൻഡ് മേളവും നടന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ബാൻഡ് മേളത്തിൽ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമുകൾക്ക് ഇരട്ട നേട്ടമുണ്ടാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ തോമാപുരം ഹൈസ്കൂളിലെ MY മാത്യു നയിച്ച ബാൻഡ് ടീമാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലാകട്ടെ NB രോഹിത് നായകനായ സ്കൂൾ ടീമാണ് ഒന്നാമതെത്തിയത്. സ്റ്റേജിതര ഇനങ്ങളിൽ നിറക്കൂട്ടൊരുക്കിയ ജലച്ഛായവും എണ്ണച്ചായവും ചിത്രരചനയും കൊളാഷും കാർട്ടൂണും വിവിധ വേദികളിൽ നടന്നു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ രചനാ മത്സരങ്ങളും 4 വേദികളിലായി നടന്നു. ബുധനാഴ്ച വിവിധ വേദികളിൽ സംസ്കൃതോത്സവവും അറബി സാഹിത്യോത്സവവും ഉറുദു മത്സരങ്ങളും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആസൂത്രണത്തിലെ അപാകത. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പിലാത്തറ ടൗണിനെ 2ആയി വിഭജിച്ചത് നാട്ടുകാരിലും വ്യാപാരികളിലും ആശങ്ക ഉയർത്തുന്നു. കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൗണിൽ പ്രവൃത്തി നടത്താത്തതാണ് തിരിച്ചടിയായത്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുന്നതോടെ 2ആയി പിരിഞ്ഞു പോവുകയാണ് പിലാത്തറ. ദേശീയപാത കടന്നുപോകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക ടൗണിനാണ് ഈ ദുര്യോഗം. 4 റോഡുകൾ കൂടിച്ചേരുന്ന നഗരമധ്യത്തിൽ അടിപ്പാത വന്നതോടെയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ എത്തിച്ചേരുന്നതും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതുമായ ടൗണിൻ്റെ മുഖം വികൃതമായത്. പാലം തൂണുകളിലാക്കി അടിഭാഗം ഒഴിവാക്കണമെന്ന ആവശ്യം അവഗണിച്ച് അടിപ്പാതയിൽ ഒതുക്കിയതാണ് ടൗണിൻ്റെ തലവര മാറ്റിയത്. അടിപ്പാത സ്ഥലം മാത്രം ഒഴിവാക്കി ബാക്കി ഭാഗം മണ്ണിട്ടുയർത്തി മതിൽ തീർത്തതാണ് ദുരിതമായത്. സർവീസ് റോഡ് ഇരുഭാഗത്തും താഴെ കൂടി പോയതോടെ കാൽനട യാത്രക്കാർക്ക് മുറിച്ചു കടക്കുകയും പ്രയാസമാണ്. പിലാത്തറ ബസ് സ്റ്റാൻഡ് ഒരു ഭാഗം പൂർണ്ണമായും ഏറ്റെടുത്താണ് പാത കടന്നു പോകുന്നത്. ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പൊളിച്ചു നീക്കി.
ബസ് സ്റ്റാൻഡ് ചുരുങ്ങിയതോടെ നഗരം കൂടുതൽ ഇടുങ്ങി. ഇതിനെല്ലാം പുറമെയാണ് തെക്കും വടക്കുമായി വിഭജിച്ചുള്ള വൻമതിൽ കൂടി ഉയർന്നത്. തൂണിൽ പാലം ഉയർന്നിരുന്നുവെങ്കിൽ ഇരുഭാഗങ്ങളിലും മറയുണ്ടാവില്ല. ആളുകൾക്ക് നടന്നു പോകാൻ പ്രയാസവുമില്ല. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാമെന്നതിനു പുറമെ അടിഭാഗം പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാമെന്ന വ്യാപാരികളും നാട്ടുകാരും പറയുന്നു. ഒരു 50 വർഷമായിട്ട് പിലാത്തറയിൽ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു ബാലനായി പിലാത്തറ വന്ന് ഒരു വൃദ്ധനായിട്ട് ഇന്നിപ്പം പിലാത്തറയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ആ കാലഘട്ടത്തിൽ ഇപ്പം ഒന്നുമില്ലാത്ത പിലാത്തറ നമ്മൾ മെഡിക്കൽ കോളേജും ആയുർവേദ കോളേജൊക്കെ വന്നപ്പോൾ വളരെയധികം വികസിച്ച ഒരു ടൗണായിരുന്നു. പക്ഷേ ഇന്ന് ഈ ദേശീയവാദ വികസനത്തിൻ്റെ ഭാഗമായി പിലാത്തറേനെ രണ്ടായി വിഭജിച്ച ഒരു സാഹചര്യമാണ് ഇന്ന് പിലാത്തറയുള്ളത്. കാരണം അപ്പുറത്തുള്ള അയൽവാസിക്ക് ഇപ്പുറത്തെ ആളുകളെ കാണുവാനോ ഇപ്പുറത്തുള്ള അയൽവാസിക്ക് അപ്പുറത്തുള്ള ആളുകളെ കാണാനോ ഉള്ളതായ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയിൽ വളരെ എന്താ പറയണ്ടേ, നശിച്ചുപോയി പിലാത്തറ എന്ന് തന്നെ പറയണം ഈ സ്ഥിതിയിൽ. കാരണം അത്രയും വലിയൊരു വൻമതിലാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. മലയോരങ്ങളിൽ നിന്നുൾപ്പെടെ ദേശീയപാതയിലെത്താൻ ഉപയോഗിക്കുന്ന ടൗണാണ് പിലാത്തറ. ചെറുപുഴ, പെരിങ്ങോം, പാടിയോട്ടുചാൽ, കക്കറ, മാതമംഗലം തുടങ്ങിയ മലയോര മേഖലകളിൽ നിന്ന് പഴയങ്ങാടി, തളിപ്പറമ്പ്, പയ്യന്നൂർ ഭാഗത്തേക്ക് എത്തുന്ന ദേശീയപാതയിലൂടെയുള്ള ഏക ടൗണിനാണ് ഈ ദുര്യോഗം. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ആതുരാലയങ്ങൾ എന്നിവയുടെ സംഗമ ഭൂമി കൂടിയാണ് ഇത്. മലയോര മേഖലയുടെ പ്രധാന ടൗണുകളിലൊന്നായിരുന്നു പിലാത്തറ. ദേശീയപാത വികസനത്തോടുകൂടി ഈ ടൗണിനെ രണ്ടായി മുറിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടേണ്ട അവസ്ഥയായിരുന്നു. ഇതിനെതിരെ യാതൊരു പ്രതികരണവും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് പിലാത്തറയിലെ ചില വ്യാപാരികൾ തന്നെ പറയുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയുർവേദ പ്രദർശനത്തിന് തുടക്കമായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സഹായകരമാകുന്ന പ്രദർശനത്തിന് പ്രവേശനം സൗജന്യമാണ്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഒരു മാസമായി നടന്നുവരുന്ന ജനകീയ ആയുർവേദ ബോധവൽക്കരണ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് 2 ദിവസത്തെ ആയുർവേദ പ്രദർശനത്തിന് തുടക്കം കുറിച്ചു. ആന്തരികാവയവങ്ങൾ, മനുഷ്യശരീരം, ഔഷധസസ്യങ്ങൾ, മരുന്നുകൾ, വിവിധ തരം ആയുർവേദ ചികിത്സകൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അറിയാനുള്ള അവസരമാണ് ഇതുവഴി ഉണ്ടാകുക. ആയുർവേദ രംഗത്തെ നവീന ആശയങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട്. എക്സിബിഷൻ നഗരിയിൽ ആയുർവേദ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഘുനാടകം ഏറെ ശ്രദ്ധേയമായി. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് സംഘടിപ്പിക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ സമാപനമെന്നോണം ഈ നവംബർ 26, 27 തീയതികളിൽ ആയുർവേദ കോളേജ് ആശുപത്രിയുടെ അങ്കണത്തിൽ നമ്മൾ ആയുർ എക്സ്പോ എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ പ്രധാന തീമായി ഇരുന്ന ആയുർവേദ ഇന്നവേഷൻ ഫോർ ഗ്ലോബൽ ഹെൽത്ത് എന്നതിനെ അടിസ്ഥാനമാക്കിയും അതിൻ്റെ സബ് തീമുകളായി വന്നിരുന്ന വെൽനസ് അറ്റ് വർക്ക് പ്ലേസ്, വെൽനസ് അറ്റ് സ്കൂൾസ്, അതുപോലെ വെൽനസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ്, ആയുർവേദ ആഹാര തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. ബുധനാഴ്ച പ്രദർശനം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്ത്രീ തന്നെ ദേവതയായി കെട്ടിയാടുന്ന കേരളത്തിലെ ഏക തെയ്യമാണ് ദേവക്കൂത്ത്. മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് ദ്വീപിലുള്ള കൂലോം തായോക്കാവിലെ കളിയാട്ടത്തിന് ദേവക്കൂത്ത് എന്ന സ്ത്രീ തെയ്യം അരങ്ങിലെത്തുന്നത്. ദേവക്കൂത്ത് കെട്ടുന്ന മാടായിലെ MV അംബുജാക്ഷി വ്രതാനുഷ്ഠത്തിലാണ്. ഉത്തര കേരളത്തിന് ഇത് തെയ്യാട്ടക്കാലമാണ്. ഉത്തര കേരളത്തിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത് പുരുഷന്മാരാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് കണ്ണൂർ ജില്ലയിലെ തെക്കുംപാട് കൂലോം ക്ഷേത്രം. ഇവിടെ ദേവക്കൂത്ത് എന്ന തെയ്യക്കോലം കെട്ടുന്നത് സ്ത്രീയാണ്. മടായിലെ അംബുജാക്ഷി ഇതിനായുള്ള വ്രതത്തിലാണ്. ഭക്തിയോടെ ക്ഷേത്രമുറ്റത്ത് കാത്തിരിക്കുന്ന ജനാവലിയെ സാക്ഷിയാക്കി ചെമ്പട്ട് തിരശീലക്കിടയിലൂടെ മൃദുനൃത്ത ചുവടുകളുമായി ദേവതാരൂപം എഴുന്നള്ളും. ചുവന്ന മുഖത്തെഴുത്തോടെ തലയിൽ മയിൽപ്പീലി കിരീടമണിഞ്ഞ് പട്ടുടയാട ഞുറിഞ്ഞെടുത്ത് വേറിട്ട ആഭരണങ്ങൾ അണിഞ്ഞ് ആ ദേവത നൃത്തമാടും.
തെയ്യക്കോലങ്ങളുള്ള കേരളത്തിൽ ഒരു സ്ത്രീ കെട്ടിയാടുന്ന ഏക തെയ്യമാണ് ദേവക്കൂത്ത്. മാടായിയിലെ MV അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടുന്നത്. ദേവക്കൂത്ത് കെട്ടുന്നതിനായുള്ള വ്രതാനുഷ്ഠാനത്തിലാണ് ഇവർ. ദേവക്കൂത്ത് എന്തെന്നറിയാൻ കുറിച്ച വരികളുമുണ്ട് അംബുജാക്ഷി അമ്മയുടെ പക്കൽ. തെക്കുംപാട്കൂലോത്ത് ക്ഷേത്രമുണ്ട്, ദേവക്കൂത്തെന്നൊരു ദേവിയുണ്ട്. സ്ത്രീ കെട്ടിയാടുന്ന ദേവിയാണ്, ലോകം മുഴുവൻ പ്രശസ്തിയാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ദേവതാ സങ്കല്പത്തെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതും പ്രത്യേക ചടങ്ങുകളോടെയാണ്. ഭർത്താവ് കണ്ണൻ പണിക്കർ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ്. ഒരു കൂട്ടം ദേവികൾ തെക്കുംപാട് ദ്വീപിലെത്തി. അന്നേരം ദ്വീപാണ് അവിടെ. ദ്വീപിലെത്തി പുഷ്പങ്ങൾ കണ്ട് മതിമറന്നിരിക്കെ സന്ധ്യ മയങ്ങി. കൂടെ വന്ന ദേവികളെല്ലാം ദേവലോകത്തെത്തുകയും ഒരു ദേവി മാത്രം വള്ളിക്കെട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. ആ ദേവിയെ നാടുവാഴി തമ്പുരാൻ കണ്ടു. പുറംലോകക്കാരൊക്കെ വിളിച്ചു വരുത്തി ദേവിയെയും കൂട്ടി തെക്കുംപാട് ക്ഷേത്ര നടയിലെത്തി. അപ്പോൾ തമ്പുരാൻ കൽപ്പിച്ചു, ദേവിക്ക് ഓല കൊണ്ടൊരു കുച്ചിൽ കെട്ടി ഇവിടെ പാർപ്പിക്കും. അങ്ങനെ പച്ചോല കൊണ്ടുവന്ന് കുച്ചിൽ കെട്ടി അവിടെ പാർപ്പിച്ചു. കുടുംബം തരുന്ന ആത്മധൈര്യവും പിൻബലവും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഈ വിധത്തിൽ തെയ്യമാടാൻ തനിക്ക് കഴിഞ്ഞതെന്നും ദേവതാസങ്കല്പമായി പകർന്നാടാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്നും അംബുജാക്ഷി പറയുന്നു. നാടിനെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തുന്ന ഭഗവത് കടാക്ഷത്തിന്റെ പ്രതീകമായാണ് ദേവക്കൂത്ത് അരങ്ങേറ്റത്തെ ജനങ്ങൾ ഹൃത്തടത്തിൽ ഏറ്റുവാങ്ങുന്നത്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ദേവക്കൂത്തും ഒപ്പം നാരദരും അരങ്ങിലെത്തും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ നികേഷ് താവത്തിനൊപ്പം ചാന്ദിനി. നൃത്തവേദിയിൽ 3 തലമുറകളുടെ അപൂർവ സംഗമം. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി നൃത്താധ്യാപകൻ NV കൃഷ്ണൻ മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം വേദിയിലെത്തിയത് കാണികളിൽ നവ്യാനുഭവം പകർന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായി അനവധി നൃത്തവേദികളും ലോകപ്രശസ്തരായ നിരവധി ശിഷ്യഗണങ്ങളുമുള്ള NV കൃഷ്ണൻ മാസ്റ്റർ തന്റെ പ്രായത്തെ തോൽപ്പിച്ചുകൊണ്ട് 76-ാം വയസ്സിൽ മകളായ PK സംഗമിത്ര, മകളുടെ മകൾ PK വൈഗ എന്നിവർക്കൊപ്പം വേദിയിലെത്തി. കണ്ടു നിൽക്കുന്നവർക്കിത് ആശ്ചര്യപ്പെടുത്തുന്ന തലമുറകളുടെ സംഗമമായി മാറി. ഇവർക്കൊപ്പം 35-ലധികം ശിഷ്യരും അരങ്ങിലെത്തിയിരുന്നു. യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്ന PK സംഗമിത്ര ഇപ്പോൾ അച്ഛന്റെ നൃത്ത ക്ലാസുകളിൽ സഹായിയാണ്. തളിപ്പറമ്പ് സെന്റ് ജോസഫ് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വൈഗ. 8ാം വയസ്സിൽ കളരി പരിശീലനത്തിലൂടെയാണ് NV കൃഷ്ണൻ മാസ്റ്റർ തന്റെ കലാസപര്യക്ക് തുടക്കം കുറിക്കുന്നത്. 20ാം വയസ്സിൽ ചെന്നൈയിലെ ലോകപ്രശസ്ത നർത്തകി രുക്മിണി ദേവി അരുണ്ടേലിന്റെ അടയാർ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിയായി. നൃത്ത പഠനം പൂർത്തിയാക്കി. പിന്നീട് അവിടെ അധ്യാപകനുമായി. 1984-85 കാലഘട്ടത്തിൽ പയ്യന്നൂരിൽ തിരിച്ചെത്തി. മഹാദേവ ഗ്രാമത്തിലെ നൃത്തപ്രതിഭ VP ധനഞ്ജയനൊപ്പമായിരുന്നു പിന്നീടുള്ള യാത്ര. ഭരതാഞ്ജലി എന്ന നൃത്ത വിദ്യാലയം പയ്യന്നൂരിലും കണ്ണൂരിലും ആരംഭിച്ചു. സിനിമാ താരം മഞ്ജു വാര്യർ, വിനീത് കുമാർ, അനുപമ കൃഷ്ണൻ, ഷംന കാസിം, പാർവതി നമ്പ്യാർ, ഹീര നമ്പൂതിരി, സൈനോര ഫിലിപ്പ്, ചിത്ര അയ്യർ തുടങ്ങി അങ്ങനെ നീളുന്നതാണ് മാസ്റ്ററിന്റെ ശിഷ്യരുടെ പട്ടിക. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും കഥകളിയിലും കേരള നടനത്തിനുമെല്ലാം വിദ്യാർത്ഥികളെ കണ്ടെത്തി കൂടുതൽ പരിശീലനം നൽകി പ്രതിഭകളാക്കി മാറ്റി. നിരവധി അനവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. ഗീതയാണ് ഭാര്യ. മറ്റു മക്കളായ മഹേന്ദ്രനും അംബരീഷും നൃത്തരംഗത്ത് തന്നെ പിതാവിന്റെ സഹായികളായുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അനുസ്മരിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ 30ാം അനുസ്മരണ ദിനത്തിൽ പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ വെച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ഗവൺമെന്റ് മാറി വരുമ്പോഴല്ലേ 5ാം ക്ലാസ് വരെ സൗജന്യം, 8ാം ക്ലാസ് വരെ സൗജന്യം, 10ാം ക്ലാസ് വരെ സൗജന്യം, 12ാം ക്ലാസ് വരെ സൗജന്യം. ഇന്ന് രാജ്യത്ത് കേരളത്തിന്റെ മോഡൽ വിദ്യാഭ്യാസം വേറെ എവിടെയുണ്ട്? 1ാം ക്ലാസ്സിലെത്തിയാൽ യൂണിഫോം, പാഠപുസ്തകവും ഉച്ചഭക്ഷണവും സൗജന്യമാണ് കേരളത്തിൽ. ഒരു നാടാണ് ഈ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോക നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. രാജ്യത്തെ ഏതെങ്കിലും പ്രദേശത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഈ നിലയിലുണ്ടോ? അത് തുടക്കം കുറിച്ച വിദ്യാഭ്യാസ നിയമം. PP അനീഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ C കൃഷ്ണൻ, V നാരായണൻ, VK നിഷാദ്, CV രഹ്നേജ്, C ഷിജിൽ, നന്ദകുമാർ TCV, K മനുരാജ്, K മിഥുൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുമ്പയിൽ നിന്നും ആരംഭിച്ച വൈറ്റ് വോളണ്ടിയർ മാർച്ചിലും യുവജന റാലിയിലും ആയിരങ്ങൾ അണിനിരന്നു. തുടർന്ന് മഴവിൽ ഫോക്ക് ബാൻഡ് ടീം പകർന്നാട്ടം, നാടൻപാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഏകദിന പരിശീലന ക്യാമ്പ് വിഷൻ 360 മാടക്കാൽ ട്രോപ്പിക്കൽ ബ്ലൂ റിസോർട്ടിൽ നടന്നു. സിഡ്കോ പ്രസിഡന്റും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ KV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന വിഷൻ 360യുടെ ഭാഗമായി പയ്യന്നൂർ PCI, ചെറുപുഴ CCNet സബ് ഡിസ്ട്രിബ്യൂഷനുകളിലെ ഓപ്പറേറ്റർമാർക്കായുള്ള ട്രെയിനിംഗ് പ്രോഗ്രാം മാടക്കാൽ ട്രോപ്പിക്കൽ ബ്ലൂ റിസോർട്ടിൽ നടന്നു. ഫിനാൻസ് മാനേജ്മെന്റ്, GST, കസ്റ്റമർ സർവീസ്, AI ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളാണ് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. COAയ്ക്ക് വേണ്ടി കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും സബ് ഡിസ്ട്രിബ്യൂഷനുകളിലും പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന മൈസോൺ എന്ന കമ്പനിയിലെ പ്രമുഖ ഫാക്കൽറ്റികളാണ് പ്രോഗ്രാം നിയന്ത്രിച്ചത്. സിഡ്കോ പ്രസിഡന്റും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ K വിജയകൃഷ്ണൻ ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സർവീസ് തന്നെ അതിൻ്റെ മറ്റു സാധ്യതകളും അതോടൊപ്പം വൈവിധ്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് സംഘടനയുടെ ഒരു ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളൊരു സംഘടിത രൂപത്തിൽ പ്രവർത്തിക്കുന്ന 95 മുതൽ നമ്മൾ ഈ രീതിയിൽ സംഘടിതമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ആ സംഘടനയ്ക്ക് അതിൻ്റെതായ ഇന്ന് കാണുന്ന രീതിയിലൊരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നത് 3ാമത്തെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുന്നതോടുകൂടിയാണ്. ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ചാനൽ MD VV മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന കമ്മിറ്റി അംഗം K സജീവ് കുമാർ, AV ശശികുമാർ, KV പ്രഭാത് കുമാർ, KV രാജൻ, ചെറുപുഴ CCNet MD ജദീബ് KK തുടങ്ങിയവർ സംസാരിച്ചു. സ്നിഗ്ധ സുരേഷ് ബാബു ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് DYFI ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ചീമേനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ റാലിയും പൊതുയോഗവും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി DYFI ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ചീമേനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ റാലിയും പൊതുയോഗവും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉദ്ഘാടനം ചെയ്തു. DYFI ചെറുവത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPIM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ, DYFI ബ്ലോക്ക് സെക്രട്ടറി K സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾക്ക് നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകി വന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിൽ സ്ഥാപനങ്ങളും തൊഴിലാളികളും നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ പലിശരഹിത വായ്പ അനുവദിക്കണമെന്നും കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കയ്യൂർ, ചീമേനി, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ, വലിയപറമ്പ്, പിലിക്കോട്, പടന്ന പഞ്ചായത്ത് പരിധിയിലെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ഗണേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദയൻ കുണ്ടംകുഴി മുഖ്യാതിഥിയായി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം സജേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് രമേശൻ വെള്ളച്ചാൽ, ട്രഷറർ അനീഷ് ചക്കര, ബ്ലോക്ക് സെക്രട്ടറി കെ ഹരിദാസൻ, OPT പത്മനാഭൻ, PV ഭാസ്കരൻ, മുരളി ചീമേനി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക പദ്ധതി സുഭിക്ഷ കേരളം വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ആരംഭിച്ചു. ചെയർപേഴ്സൺ KV ലളിത നഗരസഭാതല വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെള്ളൂർ ബ്ലോക്ക് ലെവൽ പച്ചക്കറി നഴ്സറിയിൽ വെച്ച് വാർഡ് കൌൺസിലർ ടി ദാക്ഷായണിക്ക് പച്ചക്കറി തൈകൾ നൽകി. ചെയർപേഴ്സൺ KV ലളിത നഗരസഭാതല വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ 44 വാർഡുകളിലേക്കുമായി പദ്ധതിയിലൂടെ 6 ലക്ഷം രൂപ ചെലവിൽ തക്കാളി, പച്ചമുളക്, വഴുതിന എന്നിങ്ങനെ 2,10,000 തൈകളാണ് വിതരണത്തിനൊരുക്കിയിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജയ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, കൃഷി ഓഫീസർ KV ഷീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ EP ജീവാനന്ദൻ, കർഷകൻ K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. മാത്തിലിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തിലിൽ നടന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് VP രജീഷ് അധ്യക്ഷത വഹിച്ചു. വടശ്ശേരി കേന്ദ്രീകരിച്ച് വൈറ്റ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ, ഏരിയ സെക്രട്ടറി P ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, അരുൺ പ്രേം, VV ഭാസ്കരൻ, P നിതിൻ, ശരത് ചന്ദ്രൻ, PK അനൂപ്, CA നമിത, K നിഖിൽദാസ്, ബ്ലോക്ക് സെക്രട്ടറി PP സിദിൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന ദേശീയ വിരവിമുക്ത ദിനാചരണം പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ആരോഗ്യ വിഭാഗം കൈക്കൊണ്ടിട്ടുള്ളത് അംഗൻവാടികളിലൂടെയും അതുപോലെ വിദ്യാലയങ്ങളിലൂടെയും നമ്മുടെ കുട്ടികളിലെല്ലാം ഈ ഒരു മരുന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ വീര്യശല്യം ഒഴിവാക്കാൻ കഴിയേണ്ടതുണ്ട്. മണ്ണിലൂടെയാണ് വിര ഈ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. കൗൺസിലർ A ചിത്ര അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ വിരവിമുക്ത ദിനത്തെക്കുറിച്ച് വിശദീകരിച്ചു. പബ്ലിക് ഹെൽത്ത് നഴ്സ് K വിലാസിനെ, ഹെഡ്മിസ്ട്രസിന്റെ ചുമതലയുള്ള സിസ്റ്റർ റെജി, JHIമാരായ സൗമ്യമോൾ S, വിനോദ് നടുമുറ്റം, JPHന്മാരായ ശോഭ, ലിസമ്മ അലക്സാണ്ടർ, MLSP അക്ഷയ്, ചഞ്ചല ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിരബാധ മൂലം കുട്ടികൾക്കിടയിൽ കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ്, വിളർച്ച, ക്ഷീണം തുടങ്ങിയവ പരിഹരിക്കുകയും കുട്ടികളിൽ പഠനത്തിലുള്ള താൽപര്യമില്ലായ്മ പരിഹരിക്കുകയുമാണ് വിരവിമുക്ത ദിനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പയ്യന്നൂർ നഗരസഭയ്ക്കകത്തെ സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവയിലൂടെ 21,152 കുട്ടികൾക്ക് ആൽബൻഡസോൾ ഗുളികകൾ വിതരണം ചെയ്യും. നവംബർ 26-ന് ഗുളിക കഴിക്കാൻ സാധിക്കാത്തവർക്ക് ഡിസംബർ 3-ന് ഗുളിക നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 40ാം കണ്ണൂർ ജില്ലാ സമ്മേളനം നവംബർ 27-28 തീയതികളിൽ എരിപുരം മാടായി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
നവംബർ 27 രാവിലെ സാംസ്കാരിക സംഘടനയായ സ്പേസ് അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയോടെ ആരംഭിക്കുന്ന ജില്ലാ കൌൺസിൽ യോഗം AICC സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്യും. UDF ജില്ലാ ചെയർമാൻ PT മാത്യു മുഖ്യാതിഥിയാകും. KSSPA സംസ്ഥാന സെക്രട്ടറി MP വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന വനിതാ സമ്മേളനം KPCC കാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്യും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തും. 28 രാവിലെ മാത്യു കുഴൽനാടൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. മാധ്യമ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, T കരുണാകരൻ, K മോഹനൻ, KC രാജൻ, MP ദാമോദരൻ, VP ശേഖരൻ, സുധീർ വെങ്ങര, VKV രമേശൻ, മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ മൃഗസംരക്ഷണ മേഖലയിലെ CEF ഫണ്ട് വിനിയോഗിച്ച് സംരംഭകർക്ക് കോഴിയും കൂടും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ മൃഗസംരക്ഷണ മേഖലയിലെ CEF ഫണ്ട് ഉപയോഗിച്ച് സംരംഭകർക്ക് കോഴിയും കൂടും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർക്ക് ഏറെ സഹായകരമായിട്ടുള്ള നിലയിലേക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കോഴിയും കൂടും പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, മെമ്പർ സെക്രട്ടറി രേഖ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ലിജന NV, അനുശ്രീ M, ആതിര K, നിമിന AV, കുടുംബശ്രീ നഗരസഭ അക്കൗണ്ടന്റ് ലസിത P എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ ഒരു ഗുണഭോക്താവിന് കോഴിക്കും കൂടിനുമായി 10,000 രൂപ കണക്കാക്കി 20 പേർക്ക് 2 ലക്ഷം രൂപയാണ് 4% പലിശ നിരക്കിലൂടെ 2 മാസം പ്രായമായ 10 കോഴിയും ഹൈടെക് കൂടും വിതരണം ചെയ്തത്. ഇതോടൊപ്പം തീറ്റയും മെഡിസിനും നൽകുന്നുണ്ട്. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭമായ ആൻസീസ് ഫാമാണ് കൂടുകളുടെ നിർമ്മാണവും കോഴികളുടെ വിതരണ ചുമതലയും ഏറ്റെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പാളിയത്ത് വളപ്പ് ചിത്ര തിയേറ്റേഴ്സിന്റെ സുവർണ ജൂബിലി ആഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗവും കലാപരിപാടികളും തിയേറ്റേഴ്സിന്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ VB പരമേശ്വരൻ മുഖ്യാതിഥിയായിരുന്നു. പാളിയത്ത് വളപ്പ് ചിത്ര തിയേറ്റേഴ്സിന്റെ സുവർണ ജൂബിലി ആഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗവും കലാപരിപാടികളും തിയേറ്റേഴ്സ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ VB പരമേശ്വരൻ മുഖ്യാതിഥിയായി. 1 വർഷം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം, നൃത്തസന്ധ്യ, ചിത്ര വനിതാ വിങ്ങിന്റെ സംഗീതശില്പം നമ്മളൊന്ന് എന്നീ പരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മഹാത്മാ സേവാഗ്രാമിന്റെ ഇന്ദിരാഗാന്ധി സേവനരത്ന പുരസ്കാരം സിസ്റ്റർ റോസ്മേരി സേവ്യറിന് ചെറുകുന്നിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ PP ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ സേവാഗ്രാം ഏർപ്പെടുത്തിയ ഇന്ദിരാഗാന്ധി സേവന രത്ന പുരസ്കാരം സിസ്റ്റർ റോസ്മേരി സേവ്യറിന് സമ്മാനിച്ചു. ആതുര ശുശ്രൂഷ രംഗത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി നടത്തിയ സേവന മികവ് മുൻനിർത്തിയാണ് പുരസ്കാരം നൽകിയത്. ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡി പോരസ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായും മാനേജരായും സിസ്റ്റർ റോസ്മേരി ദീർഘകാലം പ്രവർത്തിച്ചു. ചെറുകുന്ന് കനോസ നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ
രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ പി ബാലൻ സിസ്റ്റർ റോസ്മേരി സേവ്യറിന് ഫലകവും പ്രശസ്തിപത്രവും പൊന്നാടയും സമ്മാനിച്ചു. ചടങ്ങിൽ മഹാത്മാ സേവാഗ്രാം ചെറുകുന്ന് കണ്ണപുരം മേഖലാ സമിതി ചെയർമാൻ രാജേഷ് പാലങ്ങാട് അധ്യക്ഷത വഹിച്ചു. സെന്റ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റൽ, കോളേജ് കോൺവെന്റ് എന്നിവയുടെ മാനേജരും മദർ സുപ്പീരിയറുമായ സിസ്റ്റർ മേരി ജോസഫ്, സേവാഗ്രാം ചെയർമാൻ കാപ്പാടൻ ശശിധരൻ, എം നാരായണൻ, സിസ്റ്റർ പ്രസാദ, സിസ്റ്റർ ജോസ്ന, CH വരുൺ കൃഷ്ണൻ, സതീഷ് കടാങ്കോട്, AV സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവതാര യൂത്ത് ലിറ്ററേച്ചർ സംഘടിപ്പിച്ചു. യുവ സാഹിത്യകാരൻ അർജുൻ KV ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവധാര യൂത്ത് ലിറ്ററേച്ചർ സംഘടിപ്പിച്ചു. ചാനടുക്കത്ത് നടന്ന പരിപാടി യുവസാഹിത്യകാരൻ അർജുൻ KV ഉദ്ഘാടനം ചെയ്തു. മുമ്പും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല എഴുത്തുകാരോ അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ പറയുന്ന ഒരു സാധനം അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവുക. മേഖലാ പ്രസിഡന്റ് TP അഭിരാമി അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് KV, ഡിവൈഎഫ്ഐ ചീമേനി മേഖലാ സെക്രട്ടറി രജിൻ M എന്നിവർ സംസാരിച്ചു. ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രം ഓസ്ട്രേലിയയിൽ വരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് മുന്നോടിയായി കേരളത്തിലെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ ദൈവജ്ഞരത്നം സുഭാഷ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ ഷഷ്ടമംഗല ദേവപ്രശ്നം നടന്നു. ഓസ്ട്രേലിയയിൽ മെൽബോൺ എന്ന സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രം നിർമ്മാണത്തിനൊരുങ്ങുന്നു. ഓസ്ട്രേലിയയിലെ അയ്യപ്പ ഭക്തന്മാരുടെ സംഘടനയായ മെൽബോൺ അയ്യപ്പ സേവാ സംഘം എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് അയ്യപ്പ ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് മുന്നോടിയായി കേരളത്തിലെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ ദൈവജ്ഞരത്നം സുഭാഷ് ഗുരുക്കളുടെ നേതൃത്വത്തിലും ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ, പോത്തൻകോട് കേശവൻ ജോത്സ്യർ എന്നിവരുടെ സാന്നിധ്യത്തിലും അഷ്ടമംഗല ദേവപ്രശ്നം നടന്നു. തമിഴ്നാട് അയ്യപ്പ മെഡിക്കൽ മിഷൻ ആൻഡ് ചാരിറ്റി സെക്രട്ടറി പ്രകാശ് കോയമ്പത്തൂർ, പന്തളം രാജകൊട്ടാരത്തിലെ പ്രതിനിധി രഞ്ജിത്ത് വർമ്മ എന്നിവർ പ്രശ്നചിന്തയിൽ പങ്കെടുത്തു. 10 ഏക്കറോളം ഭൂമിയാണ് അയ്യപ്പക്ഷേത്ര നിർമ്മാണത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത്. അയ്യപ്പസ്വാമിയുടെ മഹാക്ഷേത്രം, ശ്രീ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രം, വേദപാഠശാല, ഗോശാല മുതലായവ 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ് തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യുവ കഥാകാരി ജിൻഷ ഗംഗയുടെ ആദ്യ കഥാസമാഹാരമായ ഒടയെക്കുറിച്ച് പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം സംവാദം ഒരുക്കി. ഒറ്റക്കോലത്തിന്റെ നെഞ്ചു പൊള്ളിക്കുന്ന അനുഭവങ്ങളുടെ മേലേരി തീർത്തത് 8 തവണ ഒറ്റക്കോലം കെട്ടിയാടിയ പുത്തിലോട്ടെ മനേഷ് ലാൽ പണിക്കർ അഗ്നിയെ കീഴ്പ്പെടുത്തിയ ജ്വലിക്കുന്ന അനുഭവങ്ങൾ പങ്കുവച്ചു. കനലിൽ മലർന്നുകിടന്നും കമിഴ്ന്നു ചാടിയും അഗ്നിയെ കീഴ്പ്പെടുത്തിയ ജ്വലിക്കുന്ന അനുഭവങ്ങൾ 8 തവണ ഒറ്റക്കോലം കെട്ടിയാടിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാഞ്ഞങ്ങാട് മെയിൻ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ പുത്തിലോട്ടെ മനേഷ് ലാൽ പണിക്കർ വിവരിച്ചു. അങ്ങനെ സ്വച്ഛം പാടി ഉണർത്തി ആ ദേവന ഇങ്ങനെ കൊതികൊണ്ട് അപ്പോഴാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആസ് എ കോലധാരി ഞാനിപ്പോൾ തെയ്യമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ സംശയം തോന്നുന്ന ഒരു ചോദ്യം ഈ കുഞ്ഞോട് ചോദിച്ചാൽ കുഞ്ഞ് ആദ്യം ചോദിക്കല്ലോ, തെയ്യം കൂടാതെ നിങ്ങൾക്ക് എന്താ ചോദിക്കൂലേ, തെയ്യം കൂടുതലുണ്ടോ? അപ്പൊ തെയ്യം എന്ന് പറയുന്നത് ഒരു തരം കൂടലല്ല, തെയ്യം എന്ന് പറയുന്നതിലേക്ക് മാറല. കനലാടിമാർ ഓരോ തവണ പിടിച്ചുമാറ്റിയപ്പോഴും കനൽക്കൂമ്പാരത്തിലേക്ക് അട്ടഹസിച്ചു കുതിക്കുന്ന തെയ്യക്കാരന്റെ ജീവിതത്തിലെ ഉള്ളുരുകുന്ന ചിത്രങ്ങളാണ് ഒടയിലെ പ്രമേയം. ജിൻഷ ഗംഗ എഴുത്തനുഭവം പങ്കുവച്ചു. വടക്കുംപാട് വത്സരാജ്, ശാലിനി ദമ്പതികളുടെ വീട്ടുമുറ്റത്ത് ഒരുക്കിയ ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക അനിത PP പുസ്തകം പരിചയപ്പെടുത്തി. ജിൻഷ ഗംഗ, മനേഷ് ലാൽ പണിക്കർ, PV ചന്ദ്രൻ മാസ്റ്റർ, വത്സരാജ് K, ശശിധരൻ ആലപ്പടമ്പൻ, ഷൈനി PT തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കലാപാരമ്പര്യത്തിൽ പേരുകേട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 8 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ ബാൻഡ് മേളത്തിലാണ് ആദ്യഫലം പുറത്തുവന്നത്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയുർവേദ പ്രദർശനത്തിന് തുടക്കമായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സഹായകരമാകുന്ന പ്രദർശനത്തിന് പ്രവേശനം സൗജന്യമാണ്.
സ്ത്രീ തന്നെ ദേവതയായി കെട്ടിയാടുന്ന കേരളത്തിലെ ഏക തെയ്യമാണ് ദേവക്കൂത്ത്. മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് ദ്വീപിലുള്ള കൂലോം തായക്കാവിലെ കളിയാട്ടത്തിനാണ് ദേവക്കൂത്ത് എന്ന സ്ത്രീ തെയ്യം അരങ്ങിലെത്തുന്നത്. ദേവക്കൂത്ത് കെട്ടുന്ന മാടായിലെ MV അംബുജാക്ഷി വ്രതാനുഷ്ഠത്തിലാണ്. നൃത്തവേദിയിൽ 3 തലമുറകളുടെ അപൂർവ സംഗമം. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി നൃത്താധ്യാപകൻ NV കൃഷ്ണൻ മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം വേദിയിലെത്തിയത് കാണികളിൽ നവ്യാനുഭവം പകർന്നു. ആസൂത്രണത്തിലെ അപാകത. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പിലാത്തറ ടൗണിനെ 2ആയി വിഭജിച്ചത് നാട്ടുകാരിലും വ്യാപാരികളിലും ആശങ്ക ഉയർത്തുന്നു. കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൗണിൽ പ്രവൃത്തി നടത്താത്തതാണ് തിരിച്ചടിയായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.